അതിന് അവിടുത്തെ നിയമം വേറെയാ. അവിടെ മര്യാദയായിട്ട് കാണിക്കുന്നവരെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ തട്ടിക്കളയും. ഇവിടെ കുറെ വളഞ്ഞ വക്കീലന്മാര് പല ഉഡായിപ്പുകളും പറഞ്ഞ് രക്ഷപ്പെടുത്തും. കാശ് മാത്രം മതി. അതുകൊണ്ട് മാ തുറന്ന് സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കണം. അവകാശങ്ങൾ പിടിച്ചു വാങ്ങേണ്ടിടത്ത് അത് പിടിച്ചു വാങ്ങണം. ഈ നീതി ഒരുത്തന്റെ ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. നീതി അംഗീകരിച്ചു തരാൻ അധികാരികൾക്ക് മടിയാണെങ്കിൽ നമ്മളത് പിടിച്ചു വാങ്ങും. എങ്ങനെയാ മോളെ? സെൻട്രൽ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നേണ്ടി വരുമോ? കുബൂസ് തിന്ന് ശീലിച്ചും പോയി. എന്തായാലും ഞാനും കൂടെ നിൽക്കാം. രാധമ്മയ്ക്ക് 4 മക്കളുണ്ട്. അതിലൊരാളാ ഞാൻ. നീതി കിട്ടുന്നത് വരെ നമ്മൾ പോരാടും. ഒരു കാര്യത്തിന് മോള് പുറപ്പെട്ട വിജയം മോളുടെ കൂടെ ആയിരിക്കും. അതിലൊരു സംശയവും വേണ്ട. അടിച്ചോടിക്കട്ടെ മാഡം. വരട്ടെ. അത് അത് ശാരദയുടെ മകള് ശാലിനിയല്ലേ? ഓളെ ആ പോയതാണോ കളക്ടർ? അതെ രാധമ്മേ. അല്ല, എന്താ? ഓളെ എന്നോടൊപ്പം വന്നേ. ആ സമരക്കാർ എന്തൊരു ശല്യോ മാഡം. അവരെ അടിച്ചോടിക്കാൻ പറയട്ടെ. ഏയ്, അതൊന്നും വേണ്ട. അവരവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കട്ടെ. നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. ഇലക്ഷനാ വരുന്നത്. എനിക്ക് പറ്റില്ല മാഡം, പറ്റത്തുണ്ട, പറ്റില്ല. അല്ലെ കണ്ട കളക്ടർക്ക് മനസ്സിലാവും. നിങ്ങൾ മാറി നിൽക്കും മാഡം. ഇപ്പൊ കാണാൻ പറ്റില്ല. പ്ലീസ്, ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് കേക്ക്. മാറി നിൽക്കും മാഡം. കളക്ടർ മാഡം അവിടെ ഇലക്ഷന്റെ ഡിസ്കഷനില്ല. പ്ലീസ് മാഡം, പറ്റത്തുണ്ട. രാധമ്മ, നമുക്ക് മാറി നിൽക്കാം. ഇല്ല, എനിക്ക് കളക്ടറെ കാണണം മോളെ. എനിക്ക് കണ്ടേ പറ്റൂ. പ്ലീസ് മോളെ, ഒന്ന് പറ മോളെ. മോളെ ഒന്ന് പറ. ഞാൻ പെട്ടെന്ന് പൊക്കോളാം. പ്ലീസ് പ്ലീസ്, എന്നെ ഒന്ന് കടത്തി വിട് പ്ലീസ്. ഞാൻ കളക്ടർ ഒന്ന് കണ്ടോട്ടെ. എന്താ അവിടെ? കണ്ടിട്ട് ഞാൻ പൊക്കോളാം. സമരം നടത്തുന്നവരാ. മാഡത്തെ കാണണമെന്ന്. തടയണ്ട, ഇങ്ങോട്ട് കയറ്റി വിട്. ശരി മാഡം. പ്ലീസ് മോളെ, ഒന്ന് പറ മോളെ. രാധമ്മ, നോ നോ പ്ലീസ്. രാധമ്മ, നിങ്ങളോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. വാ മോളെ. ഋതിക പറയൂ. എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. പറയാം. രാജുവിന്റെ സിസ്റ്റർ ശ്രീലക്ഷ്മിയുടെ വളകാപ്പ് മുതല് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അപ്പോ അതിനവര് 15 ലക്ഷം വാങ്ങിച്ചു അല്ലേ? വാങ്ങി. എന്നിട്ട് ഞങ്ങളുടെ വീട് ഞങ്ങൾ അങ്ങ് വിറ്റു.
ഈ ഭാസ്കറിന് വിറ്റു. പിന്നീട് ഞങ്ങള് ലോഡ്ജിൽ താമസിച്ചു. അതിനുശേഷം ഭാസ്കരൻ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്ത് തന്നതാ ആ വീടും പറമ്പും. രാധമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. ഞാനും രാധമ്മയുടെ ഒരു മകള് തന്നെയാ. ഋതിക വളരെ ഭാഗ്യവതിയാ. സ്നേഹത്തിന്റെ വറ്റാത്തൊരു പുഴയാ ഈ ഇരിക്കുന്ന രാധമ്മ. മോനെ രാജു, ഇതൊരു കാലത്ത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്ന ശാരദയുടെ മോളാ. രാധമ്മയും എനിക്കൊരമ്മ തന്നെയാ. വസ്തുതകൾ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചതിന് സോറി. സാരില്ല മാഡം. ആ ഫയലിംഗ് തരൂ.